സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം 1930, 31, 32. ഇവയിൽ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കൽ. മജ്ജയും മാംസവുമുള്ള ഇത്തരമൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. കേൾക്കാനുള്ള അവകാശം നിയമമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. 3 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 3-ാം പദ്ധതി. സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് 1960-ൽ ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നത്? ഉത്തരം ബോംബെ. 1989, 1990-ലെ VP സിംഗ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന മുൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം രാജാ രാമണ്ണ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം ഏത് വർഷമായിരുന്നു? ഉത്തരം 1978. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ഉത്തരം രുക്മിണി ദേവി അരുന്ധേൽ. 2001-ൽ ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ഭീകരാക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര്? ഉത്തരം പരാക്രം. എന്തിനെയാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ഉത്തരം അണക്കെട്ടുകൾ. സി ശങ്കരൻ നായർ അധ്യക്ഷനായ അമരാവതി സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1897. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1911. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം ആർ ബാലാജി റാവു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം? ഉത്തരം 1931. ജയപ്രകാശ് നാരായൺ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപിച്ച വർഷം?
ഉത്തരം 1976. കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച രണ്ടാമത്തെ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. 1882 പശു സംരക്ഷണത്തിനായി ഗോരക്ഷിണി സംഘടന ആരംഭിച്ചത് ആരാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ലാഹോർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INCയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം BN ഥാർ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ജോൺ നിക്കോൾസൺ. ആനി ബസന്റ് INCയുടെ അധ്യക്ഷയായ വർഷം ഏതാണ്? ഉത്തരം 1917. ജയപ്രകാശ് നാരായണൻ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് സ്ഥാപിച്ച വർഷം? ഉത്തരം 1976. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. റിച്ചാർഡ് വെല്ലസിയുടെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം 1798 മുതൽ 1805 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് എന്നായിരുന്നു? ഉത്തരം 1915 ജനുവരി 9. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം മേയോ പ്രഭു. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? ഉത്തരം മദർ തെരേസ. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം? ഉത്തരം 1860. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം സി ജീന രാജദാസ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച വർഷം? ഉത്തരം 1932. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിൽ? ഉത്തരം ആഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം? ഉത്തരം 1972. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദി ഏതാണ്?
ഉത്തരം ലാഹോർ. കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്.